ആദ്യ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നായിരുന്നു അന്തരിച്ച നടൻ കൊല്ലം സുധി മുൻപ് വെളിപ്പെടുത്തിയിരുന്നത്. അതിനുശേഷമാണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വന്നത്. ആദ്യ ഭാര്യയിലുള്ള സുധിയുടെ മകനാണ് കിച്ചു. കിച്ചുവിന് 4 വയസ്സുള്ളപ്പോഴായിരുന്നു രേണു സുധിയെ വിവാഹം കഴിച്ചത്. ഇപ്പോഴിതാ സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് രേണു. അവർ ആത്മഹത്യ ചെയ്തുവെന്നും മരിക്കുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും രേണു വ്യക്തമാക്കി. സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യ ശാലിനിയുമായി എനിക്ക് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. കിച്ചുവിന് 16 വയസ്സുള്ളപ്പോൾ അവർ മരിച്ചുപോയി. അവർ മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് അവർ എനിക്ക് മെസ്സേജ് ഇട്ടു ഫേസ്ബുക്കിൽ. കൊറോണ സമയത്തായിരുന്നു. ഫേസ്ബുക്കിലൂടെ എന്നോട് പിണക്കമാണോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് മെസ്സേജ് അയച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു. കിച്ചു എന്തേ എന്നൊന്നും ചോദിച്ചേ ഇല്ല. പക്ഷേ കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചു. എനിക്ക് വിഷമമാകുമെന്ന് കരുതിയിട്ടാകും കൊച്ചുവിനെക്കുറിച്ച് ചോദിക്കാതിരുന്നത്.